ഇന്ത്യക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി അയർലൻഡ്. രണ്ടാം മത്സരത്തിൽ 1 റൺസിന്റെ ആവേശജയം. ഇതാദ്യമായാണ് ഇന്ത്യ അയർലൻഡിനോട് പരമ്പര തോൽക്കുന്നത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവൻ ചേരുന്നു. അനിൽ വാസുദേവ്, ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട തോൽവികൾ ഒന്ന് വേണമെങ്കിൽ ഈ തോൽവിയെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അയർലൻഡിനെ പോലെ ഒരു ടീമിന്, അതും അവരുടെ ഒരു ടീം പോലുമാണ്, അവരുടെ പ്രധാന താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടീമിനെതിരെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ പരമ്പര കൈവെടുത്തത് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ നാണം കെട്ട ഒരു അധ്യായമായി വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പരമ്പരയിൽ ഇന്ത്യ അയർലൻഡിനെ തകർത്തെറിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ സഞ്ജു സാംസൺ അടക്കം ലോകകപ്പ് നേടിയ ടീമിലെ പ്രധാന താരങ്ങളൊക്കെ അടങ്ങിയ ടീമുമായാണ് പോയത്. പക്ഷെ ആദ്യ മത്സരത്തിൽ 34 റൺസിനും ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ 1 റൺസിനുമാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യയുടെ പ്രധാന താരങ്ങളൊക്കെ തന്നെ നിരാശപ്പെടുത്തി. അതിൽ തന്നെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയാണ്. ഇന്ത്യക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി അയർലൻഡ്. രണ്ടാം മത്സരത്തിൽ 1 റൺസിന്റെ ആവേശജയം. ആദ്യമായി ഇന്ത്യ അയർലൻഡിനോട് പരമ്പര തോൽക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.